അപ്പോൾ ഇനി പറയാൻ പോകുന്നത് റേ ഓപ്റ്റിക്സ് ആൻഡ് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് നോക്കൂ 2024 ഒരു ക്വസ്റ്റ്യൻ എന്താ കുറേ ചോദ്യങ്ങളുണ്ട് പിന്നെ ഓരോ വർഷവും. അപ്പോൾ നമുക്ക് 2024 ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്ത് ലൈറ്റ് റേ എൻറ്റേഴ്സ് ത്രൂ എ റൈറ്റ് ആംഗിൾഡ് പ്രിസം അറ്റ് പോയിൻറ്റ് പി. നോക്കൂ ദേ ഇവിടെ ഓക്കെ, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രിയാണ്. പിന്നെ 30 degree as shown, it travels through the prism parallel to its base. ഓക്കെ, ഇതാ ഇവിടെ പാരലൽ ടു ഇറ്റ്സ് ബേസ്, റൈറ്റ്. പാരലൽ ടു ഇറ്റ്സ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോക്കൂ ഇവിടെ ദിസ് ഈസ് ദി ഇനി എന്താ പറയുക, പാരലൽ ടു ഇറ്റ്സ് ബേസ് ആൻഡ് എമർജസ് അലോങ് ദ ഫേസ് എ സി. അപ്പോൾ ഇവിടെ ഗ്രേസസ് ദ സർഫസ് എന്നാണ്. അതായത് അപ്പോൾ ഈ സാധനം എന്താ വരിക, ഇത് നമുക്ക് എന്താ, ഇത് നമുക്ക് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയേണ്ടി വരും കേട്ടോ. ഇത് ദിസ് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ, ഇത് ക്രിട്ടിക്കൽ ആംഗിളാണ്. ഓക്കെ, ദിസ് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ, ദിസ് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഇതെന്താ, ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതെന്താവണം, ഇത് 90 മൈനസ് സി വരും, 90 മൈനസ് സി. ഓക്കെ, 90 മൈനസ് സി. ഓക്കെ, ദിസ് ഈസ് 90 മൈനസ് സി. ഏതാ ഇത് ഈ ആംഗിൾ 90 മൈനസ് സി ആണ്. ഓക്കെ, ദിസ് ഈസ് 90 മൈനസ് സി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ക്രിട്ടിക്കൽ ആംഗിളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷൻ. അതിൽ മ്യൂ ഈക്വൽ ടു 1/sin c എന്നാണ്. അതല്ലെങ്കിൽ നമുക്കെന്ത് പറയാം, സൈൻ സി ദിസ് ഈസ് ഈക്വൽ ടു 1/μ എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സാണ്. ഈ പി എന്നുള്ള പോയിന്റിൽ ജനറൽ ഫോം ഓഫ് ദി സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ. ഈ ജനറൽ ഫോം എന്താണെന്നറിയോ, ഒരു മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അവിടുത്തെ ആംഗിളിൻ്റെ സൈൻ ഫംഗ്ഷൻ, അടുത്ത മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അവിടുത്തെ ആംഗിളിൻ്റെ സൈൻ ഫംഗ്ഷൻ, ഇത് രണ്ടും ഈക്വലാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് എയറാണ്, എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആയിട്ട് എടുക്കും നമ്മൾ, അവിടുത്തെ ആംഗിൾ 30 ആണ്. അപ്പോൾ 1 × sin 30, അതാണ് ജനറൽ ഫോം ഓഫ് ദ സ്നെൽസ് ലോ. അപ്പോൾ 1 × sin 30. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു, ഇതേ നോക്കൂ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഈ റിഫ്രാക്റ്റഡ് റേ 90 ഡിഗ്രിയിൽ പോകുമ്പോൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താവണം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിൾ ആവണം. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് സീന്ന് എഴുതിയത്. പിന്നെ നോക്കൂ ഇവിടെ നോക്കൂ, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് സി ആകുമ്പോൾ പിന്നെ എന്താ വരുന്നത്, ഇത് 90 മൈനസ് സി വരും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ആ ആംഗിൾസ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ, ഇവിടെ നമുക്ക് എന്താ പ്രിസത്തിൻ്റെ അകത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണ്, പിന്നെ ആംഗിൾ എത്രയാണ്, 90 മൈനസ് സി ആണ്. അപ്പോൾ ഞാൻ അവിടെ എഴുതേണ്ടത് എന്താണെന്നറിയോ, സൈൻ 90 മൈനസ് സി. ഈ സൈൻ 90 മൈനസ് സി എന്താ, സൈൻ 90 മൈനസ് സി എന്ന് പറഞ്ഞാൽ കോസ് സി ആണ്. നോക്കൂ, എല്ലാം ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സൈൻ 90 മൈനസ് സി എന്ന് പറഞ്ഞാൽ കോസ് സി. ഈ കോസ് സിയെ നമുക്ക് എന്തെഴുതാം, കോസ് സിയെ നമുക്ക് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ സി എന്ന് എഴുതാം. വിഷമാവുന്നുണ്ടോ? ഞാൻ നോക്കൂ, ഇനിയിപ്പോൾ എന്താണെന്നറിയോ, ഒന്നുകൂടെ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ മ്യൂ ഇൻറ്റു എന്താ വേണ്ടത്, മ്യൂ ഇൻറ്റു സൈൻ 90 മൈനസ് സി എന്ന് വരും. ഓക്കെ, ഇനി സൈൻ ഇതെന്താ, ഇത് 1/2 ആണ്, 1/2. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു സൈൻ 90 മൈനസ് സി പറഞ്ഞാൽ കോസ് സി. കോസ് സി എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ സി എന്നാണ്. 1 മൈനസ് സൈൻ സ്ക്വയർ സി, സൈൻ സി എന്താ 1/μ ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ സി എന്ന് പറഞ്ഞാൽ എന്താ 1/μ² എന്ന് വരും, 1/μ². ഓക്കെ, ഇനി ഇവിടെ ലെഫ്റ്റിൽ നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 1/2ൻ്റെ സ്ക്വയർ എന്താ വരിക, 1/2ൻ്റെ സ്ക്വയർ 1/4 വരും. ഓക്കെ, ലെഫ്റ്റിൽ 1/4 വരും. റൈറ്റിൽ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂട്ട് അങ്ങ് പോകും. പിന്നെ മ്യൂ സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിലാണ് ഇത് വരിക, 1 മൈനസ് 1/μ² എന്ന്. പുറത്ത് മ്യൂ², പിന്നെ ബ്രാക്കറ്റിൽ 1 മൈനസ് 1/μ². അപ്പോൾ ആ മ്യൂ² ഇൻറ്റു 1 അതെന്താ വരിക, അത് മ്യൂ² എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു മ്യൂ². ഓക്കെ, ഇനി അടുത്തത് മ്യൂ² ഇൻറ്റു 1/μ², അതെന്ത് വരും, 1 വരും. ഓക്കെ, അപ്പോൾ -1 വരും, -1. ആ -1 ഇങ്ങോട്ട് വരുമ്പോൾ എന്താ, 1/4 പ്ലസ് 1 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 5/4 എന്ന് വരും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു മ്യൂ² എന്ന് വരും. അവിടെ നിന്ന് മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതിൻ്റെ റൂട്ട് എടുക്കുക, റൂട്ട് ഓഫ് 5/4. ഓക്കെ, അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെഴുതാം,
√5/2 എന്ന് എഴുതാം. √5/2 എന്ന് പറയുന്ന ആൻസർ ആണ് ഈ കിടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ്, ഇതിപ്പോൾ 2024 ചോദ്യമായിരുന്നു. അടുത്തത് വീണ്ടും 2024 മറ്റൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, എ സ്മോൾ ടെലിസ്കോപ്പ് ഹാസ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫോക്കൽ ലെങ്ത് 140. അതായത് നമ്മളുടെ ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിൽ നിന്ന് നിങ്ങളോട് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണിത്. മീൻസ് സിമിലർ ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൽ ടെലിസ്കോപ്പ് ഹാസ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫോക്കൽ ലെങ്ത് 140 ആൻഡ് ആൻ ഐ പീസ് ഓഫ് ഫോക്കൽ ലെങ്ത് 5 cm. ഓക്കെ, ദ മാഗ്നിഫയിങ് പവർ ഓഫ് ടെലിസ്കോപ്പ് ഫോർ വ്യൂയിങ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ്. ഈ ടെലിസ്കോപ്പിൽ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണെന്നറിയോ? ഇത് അസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പ് ഇൻ നോർമൽ വിഷൻ ആണ്. അതായത് ലെങ്ത് ഓഫ് ദി ടെലിസ്കോപ്പ് ഇവിടെ ആവശ്യമില്ല, എന്നാലും ഞാൻ പറയുകയാണ്, ഇവിടെ ആവശ്യമില്ല. ലെങ്ത് ഓഫ് ദി ടെലിസ്കോപ്പ് പറഞ്ഞാൽ FO + FE ആണ്. FE മാഗ്നിഫയിങ് പവർ അല്ലെങ്കിൽ ആംഗുലർ മാഗ്നിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ? FO/FE. ഇതാണ് ഇപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ FO അവർ പറഞ്ഞിട്ടുണ്ട്. എത്രയാ? FO പറഞ്ഞു കഴിഞ്ഞാൽ 140/5. മേലെ താഴെയും ഡബിൾ ചെയ്യുക, 280/10 വരും. 280/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 28. അതാണ് ആൻസർ. ഓക്കെ, സിമ്പിൾ, റൈറ്റ്. ഇനി അടുത്ത എന്താ നോക്കാം നമുക്ക്. ലൈറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് x in time t1 in air and 10x in time t2 in another denser medium. x in time t1 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എയറിൽ. അപ്പോൾ x/t1 പറയാം, x/t1. ഓക്കെ, ഇൻ അനദർ മീഡിയം v = എന്താ? 10x/t2 പറയാം. 10x/t2. അതിൽ ദിസ് ഈസ് ഈക്വൽ ടു 10/t2. 10/t2. ഇനി എക്സാ. എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം? CT1 എന്ന് എഴുതാം. എക്സിന് പകരം CT1 എന്ന് എഴുതാം. CT1. ഓക്കെ, ഇനി നമുക്ക് 1/μ. ഇപ്പോൾ ഇവിടെ എന്ത് പറയാം? ഇതാ. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. റൈറ്റ്, 1/μ. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു V/c. കാരണം എന്താ? C/v പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സാണ്. ഓക്കെ, അപ്പോൾ 1/μ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? V/c ആണ്. C പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ അല്ലെങ്കിൽ വാക്വം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വേണ്ടത് എന്താണെന്ന് അറിയാം? V/c വേണം. V/c. ഇവിടെ നോക്കൂ, V = 10CT1/T2 ആ. അപ്പോൾ ഈ C എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴെന്താ? V/c വരും. അപ്പോൾ 10T1/T2 എന്ന് വരും. 10T1/T2. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താ? 10T1/T2. ഈ 1/μ എന്ന് പറഞ്ഞാൽ എന്താ? അത് നിങ്ങൾക്കറിയാലോ, സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. ഇത് സ്മോൾ ലെറ്റർ C ആണ് പറഞ്ഞാൽ അത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം അല്ലെങ്കിൽ എയർ. ഇത് ക്യാപിറ്റൽ C പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ. മാറിപ്പോണ്ട. ദിസ് ഈസ് ഈക്വൽ ടു സൈൻ C = എന്താ? 1/μ. ഓക്കെ, ഈക്വൽ ടു എന്ത് വരും? പിന്നെ 10T1/T2 എന്ന് വരും. 10T1/T2. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്താ? സൈൻ ഇൻവേഴ്സ് അല്ലേ? സൈൻ ഇൻവേഴ്സ് 10T1/T2 വരും. അതാണ് ഈ കിടക്കുന്നത്. സൈൻ ഇൻവേഴ്സ് 10T1/T2. ഇത് 2023 ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ ലൈറ്റ് റേ. ഇത് അഗെയിൻ 2023. അപ്പോൾ 2 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് ഇതെന്ന് പ്രതീക്ഷിക്കാം. എ ലൈറ്റ് റേ ഫോൾസ് ഓൺ എ ഗ്ലാസ് സർഫസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി. ഇതിലേ നമ്മൾ എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയാന്നറിയോ? മ്യൂ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ = tan p എന്ന് പറയും. tan p. ആ p ആംഗിൾ ഓഫ് പോളറൈസേഷൻ ആണ്. ആംഗിൾ ഓഫ് പോളറൈസേഷൻ. അപ്പോൾ ഇവിടെ അപ്പോൾ മ്യൂ എത്രയാണ്? മ്യൂ √3 ആണ്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു tan p. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ആംഗിൾ ഓഫ് പോളറൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡിഗ്രി എന്ന് വരും. ആ ആംഗിളിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ്. മാത്രമല്ല റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് റേസ് വിൽ ബി പെർപെൻഡിക്കുലർ. ഓക്കെ, എപ്പോൾ? വെൻ ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് അറ്റ് ദി ആംഗിൾ ഓഫ് പോളറൈസേഷൻ. ഇവിടെ ആംഗിൾ ഓഫ് പോളറൈസേഷൻ 60 ആണ്. ആ ആംഗിളിലാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് റേസ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഓക്കെ, ദ ആംഗിൾ ബിറ്റ്വീൻ റിഫ്രാക്റ്റഡ് ആൻഡ് റിഫ്ലക്റ്റഡ് റേ ആണ്. അപ്പോൾ 90 ഡിഗ്രിയാണ് ആൻസർ. ഓക്കെ, ഒന്നും ചെയ്യാനില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടി. ഓക്കെ, ദാറ്റ് ഈസ് 90 ഡിഗ്രി. ഇനി നമുക്ക് ഇതെന്താ? 2023 ക്വസ്റ്റ്യൻ ആണ്. നോക്കാം അടുത്തത്. 2023 തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ. 2 thin lenses are of same focal length but one is convex and the other is concave. ആയിക്കോട്ടെ, അപ്പോൾ ഒന്ന് കോൺവെക്സിൻ്റെ ഫോക്കൽ ലെങ്ത് +f ആണെങ്കിൽ കോൺകേവിന് എന്താ? -f ആണ്. നമ്മൾ 2 ലെൻസ് കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മളെന്താ? കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെങ്ത് F is given by
1/f1 പ്ലസ് 1/f2. ഓക്കെ, ഇതെങ്ങനെ വരും? ദിസ് ഈസ് 1/f, ഓക്കെ, പ്ലസ് 1/-f എന്ന് വരും. ഓക്കെ, ഇതാണെന്ത്? ഇതാണ് 1/F. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അവിടെ നിന്ന് ഈ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോമ്പിനേഷൻ ഈക്വൽ ടു ഇൻഫിനിറ്റ് എന്ന് വരും. അതാണ് ഈ കിടക്കുന്നത്, ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു ഇൻഫിനിറ്റ്. റൈറ്റ്, നെക്സ്റ്റ് എന്താ നോക്കാം നമുക്ക്. ഗുഡ്സ്. ഇൻ ദ ഫിഗർ ഷോൺ ഹിയർ വാട്ട് ഈസ് ദ ഈക്വലന്റ് ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോമ്പിനേഷൻ ഓഫ് ലെൻസസ്? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? സി, ഒന്ന് നമ്മളുടെ ഒരു സാധാരണ എന്താ ഇക്വി കോൺവെക്സ് ലെൻസ്. ഓക്കെ, അതാണ് ഇപ്പോൾ ഇവിടെ ഈ ഡാർക്കായിട്ട് കിടക്കുന്നത്. പിന്നെ ആ ഷെയ്ഡഡ് സാധനം ഉണ്ടല്ലോ, ഈ ഷെയ്ഡഡ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ഇത് ഒരു പ്ലെയിനോ കോൺകേവ് ലെൻസാണ്. പ്ലെയിനോ കോൺകേവ് ലെൻസ്, പ്ലെയിനോ കോൺകേവ്. ഇനിയിപ്പോൾ എന്താണോ ഇവിടെയും അതേപോലെ ഒരു പ്ലെയിനോ കോൺകേവ് ഉണ്ട്. പ്ലെയിനോ കോൺകേവ് മനസ്സിലാവുണ്ടോ? രണ്ട് പ്ലെയിനോ കോൺകേവാ. ഇവിടെ നമ്മൾ ഈ ലെൻസസിൻ്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഇപ്പോൾ നമുക്ക് സി, ഇത് ഒരു പ്ലെയിനോ കോൺകേവ്. ഓക്കെ, പ്ലെയിനോ കോൺകേവ്. ഇനി മറ്റ് എന്താ വേറെ ഇതാ, ഇത് അടുത്ത പ്ലെയിനോ കോൺകേവ്. ഓക്കെ, ഇത് ഈ രണ്ട് ലെൻസസ്. ഇനിയിപ്പോൾ പ്ലെയിനോ കോൺവെക്സ് ആണെങ്കിൽ ഇത് ഒരു പ്ലെയിനോ കോൺവെക്സ്, ഇത് മറ്റൊരു പ്ലെയിനോ കോൺവെക്സ്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ വെക്കാം. ഇനി അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്താ തിരിച്ചിട്ട് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ. അടുത്തത് എന്താ? അടുത്തത് ഇത് ഇവിടെയുള്ള അതേ രണ്ട് ലെൻസസ് തന്നെയാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. ആ വെച്ച വിധം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അതായത് ഏതൊക്കെ ഫേസസ് ആണ് കോൺടാക്റ്റിലുള്ള അത് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഇത് ഇങ്ങനെ വെച്ചു. ഇത് പ്ലെയിനോ കോൺവെക്സ് ലെൻസാണ്. പ്ലെയിനോ കോൺകേവ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് കോൺകേവ് ആണ്, ഒരു സൈഡ് പ്ലെയിൻ ആണ്. പ്ലെയിനോ കോൺവെക്സ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് കോൺവെക്സ് ആണ്, മറ്റേ സൈഡ് പ്ലെയിൻ ആണ്. അതാ. അപ്പോൾ ഈ രണ്ട് പ്ലെയിനോ കോൺവെക്സ് ഇങ്ങനെ കമ്പൈൻ ചെയ്യാം. ഇനി അല്ലെങ്കിൽ എന്താണെന്നറിയാം, അല്ലെങ്കിൽ നോക്കൂ, നമുക്കിത് ഇങ്ങനെ പിന്നെന്താ പിന്നെ ഇങ്ങനെ കമ്പൈൻ ചെയ്യാം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നമുക്കത് ഇതാ ഒരു പ്ലെയിനോ കോൺവെക്സ് ഇങ്ങനെ, ഓക്കെ, അടുത്ത പ്ലെയിനോ കോൺവെക്സ് ഇങ്ങനെ. ഈ ലെൻസസ് എങ്ങനെ കമ്പൈൻ ചെയ്താലും ഒരേ ഇഫക്റ്റാണ്. അതായത് ഇവിടെ ഇതിൻ്റെ ഇപ്പോൾ ഈ രണ്ട് പ്ലെയിനോ കോൺകേവ്, ഒന്ന് F1 ഒന്ന് F2 ആണ് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ കമ്പൈൻ ചെയ്താലും ഇങ്ങനെ കമ്പൈൻ ചെയ്താലും ഒക്കെ ഒരേ ഫോക്കൽ ലെങ്താണ്. അതുപോലെ ഇത് F1 F2 രണ്ട് പ്ലെയിനോ കോൺവെക്സ്, ഇത് ഇങ്ങനെ കമ്പൈൻ ചെയ്താലും ഇങ്ങനെ കമ്പൈൻ ചെയ്താലും ഇങ്ങനെ കമ്പൈൻ ചെയ്താലും ഒക്കെ എന്താ ഒരേ ഫോക്കൽ ലെങ്താണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി അങ്ങനെ ആകുമ്പോഴെന്താണ്, അങ്ങനെ ആകുമ്പോൾ സംഭവം വളരെ എളുപ്പമായിട്ട് നമുക്കിത് ചെയ്യാം. അതായത് ഇത് ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ് ഇതൊന്നും പിന്നെ പറയണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ, ഇവിടെ കിടക്കുന്ന ഇത് ഈ ഒരു പ്ലെയിനോ, അത് പ്ലെയിനോ കോൺകേവ്, അതിന് ഞാനെടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം. അതായത് ഈ സാധനത്തിനെ ഇപ്പോൾ നമുക്ക് റൈറ്റ്, ഇതിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് അതിനെ ഇവിടെ വയ്ക്കും ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതെന്താ ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഹാഫിന് അതിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നറിയോ? ഇങ്ങനെ വരും, ഇങ്ങനെ വരും. അപ്പോൾ എന്തായി? ഇവിടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തിന് ഇതിനെ നേരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതൊരു ഇക്വി കോൺകേവായി. ഇക്വി കോൺകേവും ഇതൊരു ഇക്വി കോൺവെക്സും. മനസ്സിലാവുണ്ടോ? ഇനി നമ്മളുടെ ഇക്വി കോൺവെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് F ഈസ് ഈക്വൽ ടു എന്താ R/2 ഇൻറ്റു പിന്നെന്താ μ-1 ആണ് ഇക്വി കോൺവെക്സിൻ്റെ. ഇക്വി കോൺകേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യാസമുള്ളത് അത് നെഗറ്റീവ് ആവുന്നു മാത്രം. അതായത് -R/2 ഇൻറ്റു μ-1 ആണ്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇക്വി കോൺവെക്സിൻ്റെ കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ദിസ് ഈസ് ഈക്വൽ ടു ഇത് എത്രയെന്നറിയോ? മ്യൂ എത്രയാണ്? 1.5 ആണ് കേട്ടോ. 1.5 അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇതവിടെ ആരോ ഉണ്ടല്ലോ, N1 ഈക്വൽ ടു 1.5. അപ്പോൾ ഈ 1.5 അവർ N1 N2 എന്നാണ് തന്നിരിക്കണേ കേട്ടോ. അപ്പോൾ അവർ N1 N2 എന്ന് തരുമ്പോൾ ഞാനിവിടെ മ്യൂ എന്ന് കൊടുക്കേണ്ട കാര്യമില്ല, ഞാനവിടെ N1 തന്നെ കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക്
N1. ഓക്കെ, ഫോക്കൽ ലെങ്ത് F1 വിചാരിച്ചോ, ഇക്വി കോൺവെക്സിൻ്റെ. അപ്പോൾ N1 1.5 മൈനസ് 1 എത്രയാണ്? 0.5 ഡിവൈഡ് ഇൻറ്റു 2 എത്രയാണ്? 1. ഈ R എത്രയാണ്? 20. അപ്പോൾ ഇത് എത്ര വരും? ദിസ് ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ എന്ന് വരും. 20 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി രണ്ടാമത്തത് രണ്ട് പ്ലെയിനോ കോൺകേവ് ആണ്. രണ്ട് പ്ലെയിനോ കോൺകേവും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ ഇവിടെ ഒന്ന് ആദ്യം ഒന്ന് അവസാനം വെച്ച് ഞാൻ എന്ത് ചെയ്യും? ഈ അവസാനത്തും കൂടെ അങ്ങോട്ട് ആദ്യത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു സാധാ കോൺകേവ് ലെൻസ് ആക്കി. അതിന് ബുദ്ധിമുട്ടില്ല. അതായത് ഏത് ഓർഡറിൽ വെച്ചു. ഇപ്പോൾ ഇവിടെ 4 ഇത് ഒരു പ്ലെയിനോ കോൺകേവ്, പിന്നെ ഒരു ഇക്വി കോൺവെക്സ്, പിന്നെ ഒരു പ്ലെയിനോ കോൺകേവ്. അത് അങ്ങനെ വെച്ചിരിക്കണം. ആ ഓർഡറിൽ കാര്യമില്ല. ഏത് ലെൻസ് ആദ്യം വെച്ചാലും അങ്ങനെ ഏത് ഓർഡറിൽ വെച്ച് കഴിഞ്ഞാലും ഒരേ ഫോക്കൽ ലെങ്ത് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു സാധാരണ കോൺകേവ് ലെൻസ് കിട്ടും. അതാണ് പരിപാടി. അപ്പോൾ F2 ഈക്വൽ ടു എന്താ വരിക? മൈനസ് പിന്നെന്താ R ഡിവൈഡ് ബൈ 2 ഇൻറ്റു പിന്നെന്താ N2 മൈനസ് 1 വരും. N2 മൈനസ് 1. അതിന് N2 എത്രയാണ്? അവർ തന്നിട്ടുണ്ട് 1.6. 1.6 മൈനസ് 1 എത്രയാണ്? 0.6. 0.6 ഇൻറ്റു 2 എത്രയാണ്? 1.2. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതെന്ത് വരും? ദിസ് ഈസ് പിന്നെ മൈനസ് 20 ഡിവൈഡഡ് ബൈ 1.2 എന്ന് വരും. 1.2. ഓക്കെ, ഇതാണ് F1ഉം F2 ഉള്ളത്. ഇനി നമുക്ക് ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ആണ് അവർ നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ 1/f ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2 എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. 1/f ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ f ദിസ് ഈസ് ഈക്വൽ ടു 1/f1 പറഞ്ഞു കഴിഞ്ഞാൽ 1/20. ഓക്കെ, പ്ലസ് 1/f2 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്ലസ് മൈനസ് 1.2 ഡിവൈഡഡ് ബൈ 20. ഓക്കെ, അപ്പോൾ 1 മൈനസ് 1.2 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ദിസ് ഈസ് 1/f ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 0.2 ഡിവൈഡഡ് ബൈ 20 വരും. ഓക്കെ, ഓർ ദിസ് ഈസ് മൈനസ് 1/100 എന്ന് വരും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ F എന്താ? ഫോക്കൽ ലെങ്ത് മൈനസ് 100 സെൻറ്റിമീറ്റർ എന്നാണ് വരിക. ആ മൈനസ് 100 സെൻറ്റിമീറ്റർ ആണ് ഈ കിടക്കുന്ന സാധനം. ഓക്കെ, അപ്പോൾ ഒന്നും അറിയണ്ട നിങ്ങൾക്ക്. അതേ ഈ കോൺവെക്സ് ആണെങ്കിൽ R/2n-1, കോൺകേവ് ആണെങ്കിൽ അതിൻ്റെ കൂടെ മൈനസ് ഉണ്ടാവും. അത്ര മാത്രമേ ഉള്ളൂ. ഇത് ഇക്വി കോൺവെക്സിനാണ്. അതായത് രണ്ട് സ്ഫെറിക്കൽ സർഫസും ഉണ്ട്, രണ്ടിൻ്റെ റേഡിയസ് ഈക്വലാണ്. പ്ലെയിനോ കോൺവെക്സ് ആണ് ഞാൻ പറഞ്ഞുതരാം. പ്ലെയിനോ കോൺവെക്സ് ആണ് ഈ 2 ഉണ്ടാവില്ല. അതായത് ഒരു സർഫസ് പ്ലെയിൻ ആണ്, മറ്റത് കോൺവെക്സാണ്. അപ്പോൾ ഈ 2 ഉണ്ടാവില്ല. R/n1-1 ആണ് വരിക. അതുപോലെ പ്ലെയിനോ കോൺകേവ് മൈനസ് R/n2-1 2 ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസറിലെത്താൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇത് 2023 ആണ് കേട്ടോ. പിന്നെ 2022 ക്വസ്റ്റ്യൻ, 2 ട്രാൻസ്പെറൻറ്റ് മീഡിയ ആൻഡ് ബി ആർ സെപ്പറേറ്റഡ് ബൈ എ പ്ലെയിൻ ബൗണ്ടറി. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദോസ് മീഡിയ ആർ 1.5 × 10⁸ ആൻഡ് 2 × 10⁸. അപ്പോൾ ആ ബി ഉണ്ടല്ലോ, ബിയിൽ സ്പീഡ് കൂടുതലാണ്. അപ്പോൾ ബി റെയറർ മീഡിയമാണ്, എ ഡെൻസർ മീഡിയമാണ്. അപ്പോൾ ലൈറ്റ് ട്രാവൽസ് ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം. മനസ്സിലായില്ല? അതായത് ഫസ്റ്റ് കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ഓക്കെ, അപ്പോൾ ചോദ്യം എന്താണെന്നറിയോ? ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ എ റേ ഓഫ് ലൈറ്റ് ഫോർ ദീസ് 2 മീഡിയ. അതിൽ എന്താ? സൈൻ ഓഫ് ദി ക്രിട്ടിക്കൽ ആംഗിൾ ദിസ് ഈസ് ഈക്വൽ ടു 1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം വിത്ത് റെസ്പെക്ട് ടു റെയറർ മീഡിയം എന്നാ. ഓക്കെ, അപ്പോൾ അതിൽ ഇവിടെ എന്താ? ഡെൻസർ ടു റെയറർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതെന്താ വരിക? ഇവിടെ സ്പീഡ് ഇൻ ഡെൻസർ മീഡിയം ഡിവൈഡ് ബൈ സ്പീഡ് ഇൻ റെയറർ മീഡിയം. ഓക്കെ, സ്പീഡ് ഇൻ ഡെൻസർ മീഡിയം പറഞ്ഞാൽ 1.5 ഇൻറ്റു 10⁸ ആണ്. സ്പീഡ് ഇൻ റെയറർ മീഡിയം പറഞ്ഞാൽ 2 ഇൻറ്റു 10⁸ ആണ്. അപ്പോൾ ഇത് എത്ര വരും? ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ഈസ് 3/4 വരും. 3/4 ദാറ്റ് ഈസ് 0.75 വരും. അപ്പോൾ സി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 0.75 ആണ് ഈ കിടക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ദ ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താ നോക്കാം. ഇവിടെ എ ബൈ കോൺവെക്സ് ഒക്കെ വളരെ സിമ്പിളാണ്. ഇതും 2022 കേട്ടോ. എ ബൈ കോൺവെക്സ് ലെൻസ് ഹാസ് റേഡിയൈ ഓഫ് കർവേച്ചർ 20 സെൻറ്റിമീറ്റർ ഈച്ച് പറഞ്ഞാൽ അപ്പോൾ ഇക്വി കോൺവെക്സ് ആണത്. രണ്ട് റേഡിയസും സെയിം ആണെങ്കിൽ ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ ലെൻസ് ഈസ് 1.5 ദ പവർ ഓഫ് ദ ലെൻസ് ഈസ്. അതിൽ നേരത്തെ ഫോക്കൽ ലെങ്ത് എന്താ പറഞ്ഞത്? R/2 ഇൻറ്റു μ-1. അപ്പോൾ ഇവിടെ പവർ എന്താ? പവർ P ഈക്വൽ ടു 1/f ആണ്. ഓക്കെ, 1/f ദിസ് ഈസ് ഈക്വൽ ടു നമുക്കെന്ത് പറയാം? 2 ഇൻറ്റു μ-1. ഓക്കെ, ഡിവൈഡ് ബൈ R എന്ന് വരും. R പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ.
മ്യൂ എത്രയാണ്? മ്യൂ 1.5 -1 എത്രയാണ്? 0.5 × 2 എത്രയാണ്? 1 വരും. ഓക്കെ, 1 ഡിവൈഡ് ബൈ റേഡിയസ് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം, 0.2 മീറ്റർ. അപ്പോൾ 1/0.2 പറഞ്ഞു കഴിഞ്ഞാൽ ഇത് +5 ഡയോപ്റ്റർ എന്ന് വരും. അതാണ് ദേ ഈ കിടക്കുന്നത്. ഓക്കെ, അതായത് പവർ കാണുമ്പോൾ ഫോക്കൽ ലെങ്ത് മസ്റ്റ് ബി ഇൻ മീറ്റർ. അപ്പോൾ 20 സെൻറ്റിമീറ്ററിനെ കൺവേർട്ട് ചെയ്തു. ഓക്കെ, അതായത് ഇക്വി കോൺവെക്സിൻ്റെ ഫോക്കൽ ലെങ്ത് F = R / 2 × μ - 1. ഇതാണ് ഇക്വി കോൺവെക്സ്. രണ്ട് സർഫസും കോൺവെക്സ് ആണ്, രണ്ടിൻ്റെയും റേഡിയസ് ഈക്വൽ ആണ്. അതാണ് ഇക്വി കോൺവെക്സ് പറഞ്ഞാൽ. അതിൻ്റെ ഫോക്കൽ ലെങ്ത് ഇതാ. നമുക്ക് പവറാ വേണ്ടേ? 1/f. അതാണ് ഇപ്പോൾ ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, പ്രശ്നമില്ല. നെക്സ്റ്റ്, കോൺവെക്സ് ലെൻസ് A of focal length 20 and a concave lens B of focal length 5 are kept along the same axis with a distance d between them. A parallel beam of light falling on A leaves B as a parallel beam. Then the distance d in centimeter will be. അതിൽ ആക്ച്വലി ഡിസ്റ്റൻസ് d in centimeter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d = parallel beam falling on first lens leaves the second lens as a parallel beam. ഒന്നും നോക്കണ്ട. അപ്പോൾ d = F1 + F2 ആണ് കേട്ടോ. F1 + F2. ഓക്കെ, അതിൽ F1 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫസ്റ്റ് എന്താ പറഞ്ഞേ? കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ. ഓക്കെ, പ്ലസ് പിന്നെ അടുത്തത് എന്താ? കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 5 സെൻറ്റിമീറ്റർ. അത് കോൺകേവ് ആയത് കാരണം ഇറ്റ് മസ്റ്റ് ബി -5. അപ്പോൾ 20 + -5 പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? ഇത് 15 സെൻറ്റിമീറ്റർ എന്ന് വരും. കണ്ടീഷൻ ഉണ്ട്. A parallel beam falling on the first lens must leave the second lens as a parallel beam. ഓക്കെ, അപ്പോഴാണ് 15 സെൻറ്റിമീറ്റർ വരിക. അതാണ് ഈ സാധനം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കോൺവെക്സ് ലെൻസ് ഇത് ഇങ്ങനെയുണ്ട്. ഓക്കെ, ആൻഡ് കോൺകേവ് ലെൻസ് ഇത് ഇങ്ങനെയുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്താ സംഭവം എന്നറിയോ? ദേ ഇതാ ഇങ്ങനെ വരുന്നു. അപ്പോൾ അതിൽ പാരലൽ ബീം ദേ ഇങ്ങനെ അങ്ങോട്ട് വരുന്നു. അത് ദേ ഇങ്ങനെ കൺവേർജ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ദേ ഇവിടുന്ന് ഇങ്ങനെ വീണ്ടും പാരലായിട്ട് പോകും. ഓക്കെ, ഇതാണ് അവസ്ഥ. മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഈസ് ദ സിറ്റുവേഷൻ. ഓക്കെ, എയിൽ പാരലായിട്ട് വീഴും, ബിയിൽ നിന്ന് പാരലായിട്ട് പുറത്തേക്ക് പോകും. ഓക്കെ, അതിൽ ഇങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മളുടെ 1/f ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്, ദിസ് ഈസ് 1/f1 + 1/f2. ഓക്കെ, പിന്നെന്താ? ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ ഉണ്ടല്ലോ, അത് d ആണ്. സോ -d divided by F1 F2 -d/F1 F2. When two lenses are combined coaxially, okay, at a distance d apart. ഓക്കെ, അങ്ങനെ നമ്മൾ രണ്ടെണ്ണം കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള വിശേഷമാണ് ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്നത്. റൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് 15 സെൻറ്റിമീറ്റർ കിട്ടി. ദിസ് ഈസ് ദി ഡയഗ്രാം. റൈറ്റ്. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഇതിപ്പോൾ എന്താ അറിയോ? ഇത് ഫൈനലി ഇത് പാരലായിട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ കൺവേർജ് ഓൺലി അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റാണ്. ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാപിറ്റൽ F ഇൻഫിനിറ്റാണ്. അപ്പോൾ 1/∞ എന്ന് പറഞ്ഞാൽ 0 വരും. ഓക്കെ, അതായത് ലെഫ്റ്റ് സൈഡിൽ 1/∞ എന്ന് പറഞ്ഞാൽ 0 വരും ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ആ -d/F1 F2 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? +d/F1 F2 ആവും. F1 F2. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 1/F1 + 1/F2 വരും. 1/F1 + 1/F2. ഈ F1 F2 ഉണ്ടല്ലോ, അത് ഈ സാധനം ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോവുക. അതിനങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഫസ്റ്റ് എന്താ വരിക? F1 F2/F1. അപ്പോൾ d = F1 F2/F1 എന്ന് പറഞ്ഞാൽ F2 അല്ലേ? പിന്നെ F1 F2/F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് F1. ഇതാണ് ഞാൻ ആദ്യം എഴുതിയത്. ഇവിടെ ഇപ്പം എന്താ സംഭവം എന്നറിയോ? d = F2 പറഞ്ഞാൽ കോൺകേവ് ലെൻസിൻ്റെ -5 ആണ്. F1 എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസിൻ്റെ +20 ആണ്. 15 സെൻറ്റിമീറ്റർ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് നോക്കാം. ഇവിടെ എന്താണോ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദി ആംഗിൾ ഓഫ് എമർജൻസ് ഫ്രം ദ പ്രിസം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഗ്ലാസ് ഈസ് √3. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഈസ് √3. ഇവിടെ നോക്കൂ 90 ഡിഗ്രിയിലാണ്. അപ്പോൾ ഇതെന്താ? ഈ ട്രാവൽസ് അൺഡീവിയേറ്റഡ് അങ്ങനെ വരും. മനസ്സിലാവുന്നുണ്ടോ? അതിൽ ഇത് 60 ആണ്, ഇത് 90 ആണ്. അപ്പോൾ ഇത് 30 ആണ്. ഓക്കെ, ഇത് 90 ആണ്. അപ്പോൾ ഈ ആംഗിൾ 60 വരും കേട്ടോ. ഇത് 60. ഓക്കെ, ആൻഡ് ഇത് 30. ഇങ്ങനെയൊക്കെയാണ് വിശേഷം. റൈറ്റ്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എത്ര? ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, അവിടെ ഇതെത്ര? ഇത് വരും 30 വരും. ഓക്കെ, 30 ഡിഗ്രി വരും. 30 ഡിഗ്രി.
ഓക്കെ. അപ്പോൾ അവിടെ 30 ഡിഗ്രിയിലാണ് ഇൻസിഡൻറ്റ് ചെയ്തത്. ചോദ്യം എന്താ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദി ആംഗിൾ ഓഫ് എമർജൻസ് എന്നാണ്. ഇവിടുന്ന് എത്ര ആംഗിളിലാണ് പുറത്തേക്ക് വരിക എന്ന്. അത് നമുക്ക് നോക്കാം എത്ര ആംഗിളിൽ പുറത്തേക്ക് വരും എന്നുള്ളത്. പിന്നെ നമുക്ക് ദാറ്റ് ഈസ് 30, ദിസ് ഈസ് 60. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാ? ഇവിടെ നോക്കൂ, ജനറൽ ഫോം ഓഫ് ദി സ്നെൽസ് ലോ, ഈ പ്രിസത്തിൻ്റെ ഉള്ളിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാ? √3. ഓക്കെ, അവിടുത്തെ ആംഗിളിൻ്റെ സൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ sin 30 ഈക്വൽ ടു പുറത്ത് എത്ര? എയറാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 പുറത്തേക്ക് വരുമ്പോൾ. ഓക്കെ, ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് 30യിലാണ്, എന്നിട്ട് പിന്നെന്താ ഇത് ഇങ്ങനെ പുറത്തേക്ക് വരട്ടെ. അപ്പോൾ ഈ ആംഗിൾ 6 നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ പിന്നെന്താ 1 ഇൻറ്റു പിന്നെ sin r എന്ന് വരും, sin r. ഇവിടെ നോക്കൂ, sin 30 പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? √3/2 എന്ന് വരും. അപ്പോൾ √3 ഡിവൈഡ് ബൈ 2 ദിസ് ഈസ് ഈക്വൽ ടു sin r എന്ന് വരും. അപ്പോൾ r എത്രയാ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി വരും. കാരണം sin 60 ആണ് √3/2. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ നോക്കാം. ഇവിടെ അതിൽ റേ ഈസ് ഇൻസിഡൻറ്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ഓൺ വൺ സർഫസ് ഓഫ് എ സ്മോൾ ആംഗിൾഡ് പ്രിസം. ഓക്കെ, വിത്ത് ആംഗിൾ ഓഫ് പ്രിസം A. ഈ സ്മോൾ ആംഗിൾഡ് പ്രിസത്തിൽ എന്താണെന്നറിയോ? സ്മോൾ ആംഗിൾഡ് പ്രിസത്തിൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ μ-1 ഇൻറ്റു A ആണ്. അതവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ സാധാരണ പ്രിസം, അത് സ്മോൾ ആംഗിൾഡ് ലാർജ് ആംഗിൾഡ് എന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ എഴുതാൻ പോകുന്നത് നിങ്ങൾക്കറിയാം, I1 + I2 ദിസ് ഈസ് ഈക്വൽ ടു A + D. ദിസ് ഈസ് വാലിഡ് ഫോർ എനി പ്രിസം. കാരണം അവിടെ കണ്ടീഷനൊന്നുമില്ല. വെറുതെ ഒരു പ്രിസം എടുത്തിട്ട് ഡിറൈവ് ചെയ്ത സാധനമാണിത്. മസ്റ്റ് ബി വാലിഡ് ഫോർ എനി പ്രിസം. ഓക്കെ, സ്മോൾ ആംഗിൾഡ് ആണെങ്കിലും ലാർജ് ആംഗിൾഡ് ആണെങ്കിലും ഒക്കെ വാലിഡാണ്. ഇവിടെ എന്താ പറയുന്നതെന്നറിയോ? പിന്നെ എ റേ ഈസ് ഇൻസിഡൻറ്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I, അതായത് I1 എന്ന് പറഞ്ഞാൽ I ആണ്, I ഓൺ വൺ സർഫസ് ഓഫ് എ സ്മോൾ ആംഗിൾ പ്രിസം ആൻഡ് എമർജസ് നോർമലി ഫ്രം ദ അതർ സർഫസ്. നോർമലുമായിട്ട് റേ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് എമർജൻസ് എന്നൊക്കെ പറയേണ്ടത്. ഇത് എലോങ് ദി നോർമലാണ് പോകുന്നത്. അപ്പോൾ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 0 ആണ്. അപ്പോൾ ആംഗിൾ ഓഫ് എമർജൻസ് അതായത് I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. I2 0. ദിസ് ഈസ് ഈക്വൽ ടു A പ്ലസ്. പ്രശ്നമില്ലല്ലോ. ഡി എന്ന് പറഞ്ഞാൽ അതേ ഇവിടെ കിടക്കുന്നുണ്ട്, μ-1 ഇൻറ്റു A ആണ്. ഓക്കെ, μ-1 ഇൻറ്റു A. അപ്പോൾ ഇത് ബ്രാക്കറ്റ് തുറന്നാൽ എന്താ വരിക? μA - A. μA - Aയും ഇവിടെ ഉള്ള എയും കൂടെ കട്ടാവും. അപ്പോൾ പിന്നെ എന്താ വരിക? ദിസ് ഈസ് ഈക്വൽ ടു μA എന്ന് മാത്രം വരും. അതാണ് ദേ ഇവിടെ കിടക്കുന്ന ഈ സാധനം, ആൻസർ. ഓക്കെ, ചോദ്യം അതാ. എന്തായിരുന്നു ചോദ്യം? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര? ലെഫ്റ്റിൽ നോക്കുക, I + 0 പറഞ്ഞു കഴിഞ്ഞതാ അയ്യാണ് നമ്മളോട് ചോദിച്ച്. ദാറ്റ് ഈസ് ഈക്വൽ ടു μA കിട്ടും. പ്രശ്നമില്ല കേട്ടോ. അടുത്ത് നോക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് എ പ്രിസം ഈസ് cot A/2. നോക്കൂ, വളച്ചുകെട്ടില്ലാതെ നേരെ അങ്ങ് പറയുക. cot A/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പറയാം cos A/2 sin A/2. അപ്പോൾ sin A/2 എന്ന് എഴുതി, sin A/2. മേലെന്താ എഴുതേണ്ടത്? cos A/2 എന്നാണ് എഴുതണ്ടേ. ഈ cos A/2നെ എനിക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? sin എന്താ 90 A/2 എന്ന് പറയാം. π/2 - A/2. 90 - A/2. ഓക്കെ, π/2 - A/2. ശരിക്ക് cot A/2 എന്ന് പറഞ്ഞാൽ cos A/2 sin A/2. ഈ cos A/2ന് പകരം നമുക്ക് sin 90 - A/2 എന്ന് എഴുതാം. ആ 90 ആണ് π/2 - A/2. ഡിനോമിനേറ്റർ എന്താ? sin A/2. പ്രശ്നമില്ല, എഴുതി. ഇനി ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫോർമുലയാണ് എന്താ? സൈൻ പിന്നെയോ A + D, sin A + D/2. ഓക്കെ, ഡിവൈഡഡ് ബൈ sin A/2. sin A + D/2 ഡിവൈഡ് ബൈ sin A/2. നോക്കൂ, sin A/2 ദേ ഇവിടെയുണ്ട്, sin A/2 ദേ ഇവിടെയുണ്ട്. കട്ട് ചെയ്യാം. ഇനി sin π/2 - A/2 എന്താ? sin A + D/2. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാലോ. ഇക്വേറ്റ് ചെയ്യുക പറഞ്ഞാൽ π/2 -A/2 എന്ന് പറഞ്ഞാൽ π - A/2 എന്ന് അങ്ങ് എഴുതാം അല്ലേ. π/2 - A/2 പറഞ്ഞാൽ π - A/2 എന്ന് അങ്ങ് എഴുതാം. ഓക്കെ, അപ്പോൾ π - A/2 ദിസ് ഈസ് ഈക്വൽ ടു പിന്നെന്താ? A + D, ബ്യൂട്ടിഫുൾ. ഓക്കെ, /2 വരും, റൈറ്റ്. അപ്പോൾ ഈ 2ഉം കട്ട് ചെയ്യാം. എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? കാണാൻ പറഞ്ഞിരിക്കുന്നത് ദ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ക്യാപിറ്റൽ D ആ. അപ്പോൾ ആ A ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ക്യാപിറ്റൽ D ഈക്വൽ ടു π - 2A എന്ന് വരും. π - 2A.
ഓക്കെ, പൈ മൈനസ് 2a, പൈ മൈനസ് 2a ആണ് ദേ ഈ കിടക്കുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ഇതൊരു എന്താ സാധാരണ ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. An object is placed on the principal axis of a concave mirror at a distance of 1.5 f. 1.5 f എന്ന് പറഞ്ഞാൽ 3/2 f ആണ്. ഓക്കെ, ദ ഇമേജ് വിൽ ബി അറ്റ്, ഇമേജിൻ്റെ ലൊക്കേഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ദേ കോൺകേവ് മിറർ ദേ ഇങ്ങനെയുണ്ട്. ഓക്കെ, അതിൽ ഇപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇതേ ഇവിടെയുണ്ട്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്താ, ഒബ്ജക്റ്റ് ഇവിടെയുണ്ട്. ആൻഡ് യു ഈക്വൽ ടു എന്താ, യു ഈക്വൽ ടു 1.5 എഫ് എന്ന് പറഞ്ഞാൽ യു ഈക്വൽ ടു എന്താ -3/2 എഫ് ആണ്. 3/2 എഫ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവാണ്, ഇമേജ് ഡിസ്റ്റൻസാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ 1/u + 1/v ഈക്വൽ ടു 1/f ആണ്. അപ്പോൾ 1/v എന്ന് പറഞ്ഞാൽ 1/f മൈനസ് 1/u ആണ്. 1/f മൈനസ് 1/u. അതിൽ കോൺകേവ് മിറർ ആയത് കാരണം ഫോക്കൽ ലെങ്ത് നെഗറ്റീവാണ്. അപ്പോൾ 1/-f മൈനസ്, ഇനി എന്താ യു എന്താ, യു നെഗറ്റീവാ, മനസ്സിലാവുന്നുണ്ടോ? എത്രയാ യു എന്ന് പറഞ്ഞാൽ 3f/2 ആ. അപ്പോൾ 1/u എന്ന് പറഞ്ഞാലോ 2/3f. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, -2/3f, 2/3f. ഓക്കെ, -2/3f ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ എന്താ വരിക, ഇവിടെ നോക്കൂ, മൈനസ് പ്ലസ് ആവും. ഓക്കെ, അപ്പോൾ 2/3f പിന്നെന്താ -1/f എന്നാ. ഈ 1/fനെ നമുക്ക് എന്താ എഴുതാം, 3/3f എന്ന് പറയാം. 3/3f ഇതാണ് 1/v. ഓക്കെ, 2/3f മൈനസ് 3/3f എന്ന് പറഞ്ഞാൽ -1/3f എന്ന് വരും. ഓക്കെ, അപ്പോൾ v ഈക്വൽ ടു -3f എന്ന് വരും ഇമേജ് ഡിസ്റ്റൻസ്. ആ v ഈക്വൽ ടു -3f ആണ് ഇതേ ഇവിടെ ഈ കിടക്കുന്നത്. റൈറ്റ്. ഈ ഓപ്റ്റിക്സിലെ നിങ്ങൾ ഈ സൈൻ കൺവെൻഷൻ എന്താ പറയുക ആലോചിച്ച് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ഒരു കാര്യമില്ല. ഇവിടെ നമ്മൾ പറയുക ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്നാണ്. അതായത് ജസ്റ്റ് ലൈക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. നമ്മളുടെ XY കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടല്ലോ, അതേപോലെയാണ്. അതായത് ഇതാണ് ഒറിജിൻ പോള്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോസിറ്റീവ്, ഇങ്ങോട്ട് നെഗറ്റീവ്, മേലോട്ട് പോസിറ്റീവ്, താഴോട്ട് നെഗറ്റീവ്. അതാ, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് എവിടെയാണ്, ഒബ്ജക്റ്റ് ഇവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, അതുകൊണ്ട് നെഗറ്റീവാണ്. പിന്നെ നിങ്ങൾ എന്താ അറിയേണ്ടത്, ഇവിടെ നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങളത് സൈൻ കൊടുക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഡിസ്റ്റൻസ് ഏതാണോ അതിൻ്റെ സൈൻ നമ്മൾ അറിയെങ്കിലും കൊടുക്കരുത്. അത് നമ്മൾ അറിയാവുന്ന, നമ്മൾ തന്ന ഡേറ്റ നമ്മൾ പ്രോപ്പർ സൈനിൽ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോപ്പർ സൈനിൽ ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ v ആണ്. വിക്ക് ഞാൻ സൈൻ കൊടുത്തിട്ടില്ല. ഫോക്കൽ ലെങ്ത് ഞാൻ സൈൻ കൊടുത്തു. ഫോക്കൽ ലെങ്ത് കോൺകേവ് എന്ന് കേട്ടാൽ നെഗറ്റീവാണ്. അത് ലെൻസ് ആണെങ്കിലും ശരി, മിറർ ആണെങ്കിലും ശരി. ഓക്കെ, ഫോക്കൽ ലെങ്ത് കോൺകേവ് എന്ന് കേട്ടാൽ നെഗറ്റീവാണ്. ലെൻസ് ആണെങ്കിലും ശരി, മിറർ ആണെങ്കിലും ശരി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് -3f എന്ന് കിട്ടും. ഇത് നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് P എന്താ, മാഗ്നിഫിക്കേഷൻ -2 ആണ്. പറഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് റിയൽ ആണെന്നാ. ഇമേജ് റിയൽ ആണ്. പിന്നെന്താ 2 എന്ന് പറഞ്ഞാൽ മാഗ്നിഫൈഡ് ആണ്. ഓക്കെ, പിന്നെ ഈ റിയൽ ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് ഈസ് ഫോംഡ് ഓൺലി ബൈ കോൺകേവ് മിറർ. ഓക്കെ, ഇവിടെ കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കോൺകേവ് മിറർ ആണ്, പിന്നെന്താ റിയൽ ഇമേജ് ആണ്. കോൺകേവ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ എന്താ റിയൽ ഇമേജ് ആണെന്ന് പറഞ്ഞാൽ സി ഉണ്ട്. ഓക്കെ, അപ്പോൾ ബി ആൻഡ് സി. അപ്പോൾ ഈ പി ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നത് ബിയും സിയും ആണ്. ഓക്കെ, ബിയും സിയും. പിന്നെ അടുത്തത് എന്താണെന്നറിയോ, ഈ കോൺവെക്സ് മിറർ റിയൽ ഇമേജ് ഫോം ചെയ്യില്ല. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഇമേജ് റിയൽ ആണെന്നാണ്. ഇവിടെ നോക്കൂ, മാഗ്നിഫിക്കേഷൻ എഗെയിൻ നെഗറ്റീവാണ്. അപ്പോഴെന്താ, കോൺകേവ് മിററേ ഉള്ളൂ അത് ഫോം ചെയ്യുക, മാത്രമല്ല റിയൽ ഇമേജ് ആണ്. അപ്പോൾ ദിസ് ഈസ് മസ്റ്റ് ബി ബി ആൻഡ് സി. ഓക്കെ, ബി ആൻഡ് സി. റൈറ്റ്. പിന്നെ മാഗ്നിഫിക്കേഷൻ m = +2 പറഞ്ഞാൽ വെർച്വൽ ഇമേജ് ആണ്. ഓക്കെ, ഈ വെർച്വൽ ഇമേജ് ആണ്, അത് മാഗ്നിഫൈഡ് ആണ്. ഈ മാഗ്നിഫൈഡ് ആൻഡ് വെർച്വൽ ഇമേജ് ക്യാൻ ബി ഫോംഡ് ബൈ കോൺവെക്സ് മിറർ ആൻഡ് കോൺകേവ്. അതായത് ഈ വെർച്വൽ ഇമേജ് ഉണ്ടല്ലോ, കോൺവെക്സ് മിറർ എപ്പോഴും വെർച്വൽ ഇമേജ് ഉണ്ടാക്കുക, പക്ഷെ അതെപ്പോഴും ഡിമിനിഷ്ഡാണ്. ഇവിടെ വെർച്വൽ ആണ്. അതെങ്ങനെ മനസ്സിലായത്, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവാണ്. ഓക്കെ, പിന്നെ മാഗ്നിഫൈഡ് ആണ്, കാരണം എന്താ, +2 ആണ്. ഈ വെർച്വൽ ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് ഈസ് ഫോംഡ് ബൈ കോൺകേവ് മിറർ. കോൺവെക്സ് മിറർ എപ്പോഴും വെർച്വൽ ഇമേജ് ഉണ്ടാവുക, പക്ഷെ അതെപ്പോഴും ഡിമിനിഷ്ഡാണ്. ഇവിടെ വെർച്വൽ ആണ്, മാഗ്നിഫൈഡ് ആണ്, സോ ഇറ്റ് മസ്റ്റ് ബി കോൺകേവ്. ഓക്കെ, അപ്പോൾ കോൺകേവ് ബി ആൻഡ് പിന്നെന്താ വെർച്വൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡി. റൈറ്റ്.
പിന്നെ അടുത്തത് 1/2. അതെന്താ? അത് വെർച്വൽ ഇമേജ് ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് പോസിറ്റീവ്. വെർച്വൽ എവിടെ? ഡി. പിന്നെന്താ? ഇത് കോൺവെക്സ് മിററാണ്. കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AD. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാ നോക്കൂ, P മസ്റ്റ് ബി മാച്ചിങ് വിത്ത് BC. പിന്നെ Q ഇതാ, ഇവിടെ PBC, ഇവിടെ AC, ഇവിടെ PAD, ഇവിടെ PCD ആയി. അപ്പോൾ ആ P മാത്രം നോക്കിയാൽ മതി. കാരണം എന്താ? Pക്ക് എല്ലാം ഡിഫറെൻറ്റാണ്. Pക്ക് B ആൻഡ് C എന്ന് പറയുന്നത് ഇവിടെ Aയിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ പണി പെട്ടെന്ന് കഴിയും കേട്ടോ. റൈറ്റ്, ഓക്കെ. ഇത് നോക്കൂ, വേറൊരു പരിപാടി എന്താ, ഇപ്പോൾ ഒരു ഒബ്സർവർ, ഇപ്പം ഞാൻ എനിക്ക് ഒരു 5 feet വിചാരിച്ചോ എൻ്റെ ഹൈറ്റ്. അപ്പോൾ എൻ്റെ ഫുൾ ഇമേജ് കാണാൻ വേണ്ട മിററിൻ്റെ, പ്ലെയിൻ മിററിൻ്റെ മിനിമം സൈസ് എൻ്റെ ഹൈറ്റിൻ്റെ പകുതിയാണ്. മനസ്സിലല്ലേ? ഇവിടെ ആളെന്താ 6 feet എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹൗ ടാൾ മസ്റ്റ് എ വെർട്ടിക്കൽ മിറർ ബി ഇഫ് ഹി ഈസ് ഏബിൾ ടു സീ ഹിസ് എൻറ്റയർ ഇമേജ്? അത് എത്ര വേണം? അതിൻ്റെ പകുതി വേണം, 3 feet വേണം. അപ്പോൾ മിനിമം സൈസ് ഓഫ് എ പ്ലെയിൻ മിറർ സോ ആസ് ടു സീ ദ ഫുൾ ഇമേജ് ഓഫ് ആൻ ഒബ്സർവർ ബൈ ഹിംസെൽഫ്. അയാളുടെ തന്നെ ഇമേജ് കാണാൻ വേണ്ട അത്രേ ഹാഫ് ദ സൈസ് ഓഫ് ദി ഒബ്സർവറാണ്. ഇനി വേറൊരു കാര്യം കൂടെ, ഇപ്പോൾ എൻ്റെ പുറകിൽ ഒരു വാളുണ്ട്, ആ വാളിൽ ഒരു പിക്ചർ ഉണ്ട് വിചാരിക്കാം, നിറയെ ഒരു സീനറിയാണ് വിചാരിച്ചോ. അപ്പോൾ ആ വാളിൻ്റെ ഹൈറ്റ് H. അപ്പോൾ ഞാൻ ഫ്രണ്ടിലെ വാളിൽ ഞാനൊരു മിറർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുറകിലെ വാൾ ആ ഫ്രണ്ടിലെ മിററിൽ കാണാമല്ലോ. അതിന് വേണ്ട മിററിൻ്റെ മിനിമം സൈസ് H/3. എൻ്റെ ഇമേജ് കാണാൻ എൻ്റെ ഹൈറ്റിൻ്റെ പകുതി, എൻ്റെ പുറകിലുള്ള ഒബ്ജക്റ്റിൻ്റെ ഇമേജ് കാണാൻ, ഫുൾ ഇമേജ് കാണാൻ പുറകിലുള്ള ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിൻ്റെ 1/3. മനസ്സിലായി? ഇവിടെ ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. റൈറ്റ്, ഇത് ഒരു സിമ്പിൾ കൺസെപ്റ്റാണ്, അതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതിനകത്താണ് എയർ ബബിൾ ഇൻ ഗ്ലാസ് സ്ലാബ് 1.5 ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഈ 5 centimeter ഡീപ്പ്. അപ്പോൾ നമുക്ക് അതേ ഒരു ഗ്ലാസ് സ്ലാബ് ഇവിടെ ഉണ്ട് വിചാരിച്ചോ. ഓക്കെ, അതിൽ നോക്കൂ, ഇവിടെയാണ് ഇപ്പോൾ എയർ ബബിൾ ഉള്ളത്.